തൃശൂർ ആലവട്ടവും വെഞ്ചാമരങ്ങളും വീശുന്ന, കരിമരുന്ന് പ്രയോഗത്തിൽ വർണ്ണപ്പൊലിമ വിതറുന്ന, പൂരങ്ങളുടെ പൂരം നടക്കുന്ന നാട് എൻ്റെ സ്വന്തം തൃശ്ശിവപ്പേരൂർ. എറണാകുളത്ത് നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തപ്പെടുന്ന സ്ഥലം. രാത്രിയായാൽ എല്ലായിടത്തെയും പോലെ ഇവിടെയും തട്ടുകടകൾ സജീവമാകും. അങ്ങനെ ഒരു തട്ടുകടയാണിത്. ഇത് ഹരി. ഇതാണ് ഹരിയുടെ അമ്മ. ചേച്ചിയാണ് ഇവിടുത്തെ സപ്ലയർ. കഴിക്കാൻ ദോശ എടുക്കട്ടെ? നല്ല കിടിലൻ ദോശ. കുറച്ച് കടലക്കറി. പിന്നെ ഇവിടുത്തെ മാത്രം സ്പെഷ്യലായ സവാള അരിഞ്ഞത് ഒരു പിടി. അവിടെ എന്താ വേണ്ടേ? ഒരു ദോശയും കൂടി. 3 ദോശയും ഒരു ഡബിൾ ബുൾസയുമാണ് എൻ്റെ സ്ഥിരം കോട്ട. ഹരി, ഒരു ഡബിൾ ബുൾസൈ. മഞ്ഞ പൊട്ടല്ലേ, നമ്മുടെ വിഷ്ണുവിനാ. ഇതാണ് കഥയുടെ ഹൈലൈറ്റ്. അതായത് ബുൾസൈ കഴിക്കുമ്പോൾ ഞാൻ മഞ്ഞ കഴിക്കാറില്ല. ഒരു കാരണം കൊളസ്ട്രോൾ, മറ്റൊരു കാരണം മഞ്ഞയിൽ നിന്നാണത്രേ കോഴിക്കുഞ്ഞുണ്ടാകുന്നത്. കോഴിക്കറി തിന്നാലും കോഴിക്കുഞ്ഞിനെ തിന്നരുത്, അത് ബാലപീഡയാ. ഇത് കണ്ടില്ലേ, മഞ്ഞയ്ക്ക് ചുറ്റുമുള്ള വെള്ള ചുരണ്ടിക്കഴിക്കുന്നതാണ് എൻ്റെ ഒരു സ്റ്റൈല്. മുട്ടയുടെ മഞ്ഞ കഴിക്കാറില്ല എന്നത് എൻ്റെ പ്രതിജ്ഞയാ. അതുകൊണ്ട് വിഷ്ണു 50. ഒരു നിമിഷം. ഇനി എന്താ വേണ്ടേ? ഒരു സിംഗിൾ ബുൾസൈ. ഹരി, ഒരു സിംഗിൾ ബുൾസൈ കൊടുക്ക. നാളെ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. നാട്ടിൽ ചെന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി മാലയിടണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഓഫീസിലെ ജോലി കഴിഞ്ഞ് ഈ 9:30 സമയത്ത് എറണാകുളത്ത് നിന്ന് കാറുമായി ഞാൻ തൃശ്ശൂരിലേക്ക് തിരിച്ച്. ഈ യാത്രയ്ക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇന്ന് ഒരു ബുൾസൈ കഴിക്കണം. അതിന് കാരണം ഇന്ന് ഓഫീസിൽ ബുൾസൈയെക്കുറിച്ചുണ്ടായ ഒരു സംസാരമാണ്. എടാ, ബുൾസൈയുടെ മഞ്ഞ തിന്നണം. അതങ്ങനെ വെറുതെ തിന്നരുത്. ആദ്യം അതിന്റെ വെള്ള ചൊരണ്ടി എടുത്ത് കഴിക്കണം. അതിന് പിന്നാലെ അതിന്റെ മഞ്ഞ ഇങ്ങനെ കോരിയെടുത്ത് വായിലേക്കിട്ട് ഇങ്ങനെ ഇറക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളോട് കുടിക്കണ ആളിയാ ഇങ്ങനെ ബുൾസൈ കഴിക്കണത്. ഒരനുഭവം മോനെ, ഒരനുഭവം. എനിക്കും സുരേഷ് പറഞ്ഞ പോലെ ഒരു ബുൾസൈ കഴിക്കണം. വെള്ളം മൊത്തം കഴിച്ചിട്ട് മഞ്ഞ എടുത്ത് വിഴുങ്ങി ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാലുള്ള സുഖം എനിക്കും അനുഭവിക്കണം. അതിനുവേണ്ടി ഓഫീസിലിരുന്ന് ഞാൻ ഇന്നൊരു പ്രതിജ്ഞ എടുത്തു. അയ്യപ്പ, ഇന്നേക്ക് മാത്രം എന്നെ ഒന്ന് അനുവദിക്കൂ.
ഈ മണ്ഡലകാലം ആരംഭിച്ചാൽ, അതായത് രാത്രി 12 മണിയായാൽ, ഞാൻ പിന്നെ ജീവിതത്തിൽ മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. സമയം 10:30. 11 ഹരിയുടെ തട്ടുകടയിലെത്തും. ബുൾസൈ അവിടെ നിന്ന് തന്നെ ആകാം. ഹരിയുടെ കട തുറന്നിട്ടുണ്ടെന്ന് അവനെ വിളിച്ചുറപ്പാക്കി. ഇന്ന് 12 മണിക്ക് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുന്നേ ബുൾസൈ ഞാൻ കഴിച്ചിരിക്കും, അതുറപ്പ്. വഴിയരികിലെ തട്ടുകടകൾ ബുൾസയെ പറ്റിയുള്ള എൻ്റെ ചിന്തയെ ശക്തിപ്പെടുത്തി. ഹലോ. ഹലോ ചേട്ടാ, എവിടെയായി? ആ, ചാലക്കുടി കഴിഞ്ഞ്. ഞാൻ കഴിച്ചിട്ടേ വരുവുള്ളേ. ആ ശരി. അമ്മേ 11 മണിയായി. ദൈവമേ, ഇതാര് ജോസ് പ്രകാശ്? ഒരു ദോശ കൂടെ. ആ ഇപ്പൊ തരാം. ഒരു ഡബിൾ ബുൾസൈ. എന്താ ഇത്? അവനെന്തിനാ ബുൾസൈ കൊടുത്തത്? ഞാനല്ലേ ആദ്യം ചോദിച്ചത്. വേറെ മുട്ടയുണ്ട്, ചേട്ടന് ഇപ്പൊ തരാം. ഹരി ഒരു ഡബിൾ ബുൾസൈ കൂടി. അതങ്ങനെ ശരിയാവുന്ന? അതിന് ഞാനല്ലേ, വേറെ ഉണ്ടെങ്കിൽ അവന് കൊടുക്ക്. അയ്യോ ചേട്ടാ, അതൊരു പാവം പയ്യനാ. എന്നും ഇവിടുന്ന് കഴിക്കണതാ. മുട്ടയുടെ മഞ്ഞ കഴിക്കാത്ത ഒരു സാധുവാ. ചേട്ടൻ നോക്കിയേ, ആ കാരണം കൊണ്ട് ഞങ്ങള് മുട്ടയുടെ വെള്ള പരത്തി ചുട്ടുകൊടുത്ത സ്പെഷ്യൽ ബുൾസയാ. ആ കഴിച്ചോ. ദൈവമേ, ഞാൻ ഇനി അങ്ങനെ മഞ്ഞ കഴിക്കും? മോൻ കഴിച്ചോ, പുള്ളിക്കാരനെ ഞങ്ങള് വേറെ ഉണ്ടാക്കി കൊടുത്തോളാം. ഇന്നാ ചേട്ടാ. അതെ,
എപ്പോഴും വെള്ള മാത്രം കഴിക്കണമെന്നില്ല കേട്ടോ, വല്ലപ്പോഴും മഞ്ഞ കഴിക്കാം. ഇതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. പറഞ്ഞ എന്താ പറയണെന്നൊരു നിശ്ചയമില്ല. എന്നാ ഞാൻ പോട്ടെ. ആ, നീ പെട്ടെന്നൊരു ഡബിൾ ബുൾസൈ ഉണ്ടാക്ക്. ദൈവമേ, വട്ടായോ? പെട്ടെന്ന് വേണേ. ചേട്ടാ, ഒരു മുട്ടയുള്ളൂ. ഒന്നെങ്കി ഒന്ന് വേഗാവട്ടെ. ആ. നാളെ 1-ാം തീയതിയാണേ, രാവിലെ മാലിടേണ്ടതാ. ശരി ഭാര്യേ. അതിനുശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി കുടിക്കണം. ചേട്ടൻ മഞ്ഞ തിന്നില്ലല്ലോ, അത് കളയാണ്ടിരിക്കാനാ ഞാൻ തിന്നത്. അതെ, വല്ലപ്പോഴൊക്കെ മഞ്ഞ കഴിക്കുന്നത് നല്ലതാ ചേട്ടാ. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഇനി മഞ്ഞക്കരു കഴിക്കാൻ പറ്റില്ലെന്നറിഞ്ഞ ആ രാത്രി എൻ്റെ സ്വപ്നങ്ങളിൽ അവൾ കയറി വന്നു. മഞ്ഞക്കരുവുള്ള ഒരു മുട്ട സുന്ദരി, ഒരു ബുൾസൈ.